ഹായ്, എല്ലാവർക്കും കൊച്ചിക്ക വ്ലോഗ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പതിവുപോലെ ഇന്നലെയും ഞാൻ നിങ്ങളോട് 5 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇന്നും 5 ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് വന്നേക്കുന്നത്. ഇന്നലെ ഞാൻ ചോദിച്ച കുസൃതി ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു മുന്നേ നിങ്ങളൊക്കെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സമ്മാനങ്ങൾ ഒത്തിരി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം വരുന്നത്, ഇന്നലത്തെ ചോദ്യത്തിൽ നിന്ന് ഒന്നാമത്തെ ചോദ്യം, ഇംഗ്ലീഷിൽ എഴുതിയാൽ നടുവിൽ അയല വരുന്ന ഭാഷ ഏത് എന്നായിരുന്നു ഒന്നാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം മലയാളം എന്നാണ്. അതായത് ഇംഗ്ലീഷിൽ എഴുതിയാൽ നടുവിൽ അയല വരുന്ന ഭാഷ ഏതാണ് എന്നായിരുന്നു ഒന്നാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം വരുന്നത് അയല എന്നാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, ഒരു സ്ഥലപ്പേര്. ആദ്യത്തെ 2 അക്ഷരം വീട് കെട്ടാൻ ഉപയോഗിക്കുന്ന സാധനം. ഇനി ആദ്യത്തെ 3 അക്ഷരം പ്രശസ്തമായ ഒരു കഥാപാത്രം. അവസാനത്തെ 2 അക്ഷരം ഒരു വൃക്ഷം. ഒരു സ്ഥലപ്പേര്, ആദ്യത്തെ 2 അക്ഷരം വീട് കെട്ടാൻ ഉപയോഗിക്കുന്ന സാധനം, ആദ്യത്തെ 3 അക്ഷരം പ്രശസ്തമായ ഒരു കഥാപാത്രം, അവസാനത്തെ 2 അക്ഷരം ഒരു വൃക്ഷം. അതിൻ്റെ ഉത്തരം വരുന്നത് കട്ടപ്പന എന്നാണ്. ആദ്യത്തെ 2 അക്ഷരം വീട് കെട്ടാൻ ഉപയോഗിക്കുന്ന സാധനം കട്ട. നമ്മൾ ബ്ലോക്ക് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയില്ല, കട്ട. അതാണ് ആദ്യത്തെ 2 അക്ഷരം. ഇനി ആദ്യത്തെ 3 അക്ഷരം വരുന്നത് കട്ടപ്പ, നമ്മുടെ ബാഹുബലിയിലെ കട്ടപ്പ. അതുപോലെ അവസാനത്തെ 2 അക്ഷരം വരുന്നത് നമ്മുടെ ഒരു വൃക്ഷം, പന. അങ്ങനെയാണ് അതിന്റെ ഉത്തരം വരുന്നത് കട്ടപ്പന എന്നാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം വരുന്നത്, ഇറച്ചി ചേർക്കാത്ത മന്തി. ഇറച്ചി ചേർക്കാത്ത മന്തി ഏതാണ് എന്നാണ്. അതിൻ്റെ ഉത്തരം കുഴിമന്തി അല്ല, സോറി, കുഴിമന്തിയിൽ ഇറച്ചിയുണ്ട്. അതിൻ്റെ ഉത്തരം വരുന്നത് ചമ്മന്തി എന്നാണ്. ഇറച്ചി ചേർക്കാത്ത മന്തി ഏത് എന്നുള്ളതിൻ്റെ ഉത്തരം ചമ്മന്തി എന്നാണ്. ഇനി നാലാമത്തെ ചോദ്യം വരുന്നത്, കുട്ടിയോട്, ഒരു കുട്ടി പൂ മേടിക്കാൻ പൂക്കടയിൽ ചെന്നപ്പോൾ ആ പൂക്കടയിലെ പൂക്കാരൻ ചോദിച്ചതാണ്, നിനക്ക് ഏത് പൂവാണ് വേണ്ടത്, നിനക്ക് എത്ര പൂ വേണം, നിന്റെ അച്ഛൻ്റെ പേര്. ഇങ്ങനെ 3 ചോദ്യം ആ പൂക്കടക്കാരൻ കുട്ടിയോട് ചോദിച്ചപ്പോൾ കുട്ടി അതിനെല്ലാത്തിനും കൂടി ഒരൊറ്റ മറുപടി പറഞ്ഞു. അപ്പോൾ ആ മറുപടി എന്താണെന്നാണ് ഇന്നലെ ചോദിച്ചിരുന്നത്. അതിൻ്റെ ഉത്തരം വരുന്നത് പത്രോസ് എന്നാണ്. അതായത് എത്ര പൂ വേണം എന്നുള്ളതിൻ്റെ ഉത്തരം 10 എന്നാണ്. ഏത് പൂ വേണം എന്നുള്ളതിൻ്റെ ഉത്തരം റോസ് എന്നാണ്. അച്ഛൻ്റെ പേര് പത്രോസ്. അങ്ങനെ എല്ലാത്തിനും കൂടി ഒറ്റ ഉത്തരം പത്രോസ്. ഇനി ഇന്നലത്തെ 5ാമത്തെ ചോദ്യം വരുന്നത്, സഞ്ചിയിൽ പൂച്ച കയറിയാൽ എന്ത് പറയും? സഞ്ചിയിൽ പൂച്ച കയറിയാൽ എന്ത് പറയും? അതിൻ്റെ ഉത്തരം വരുന്നത് കിറ്റ് കാറ്റ്. കിറ്റ് കാറ്റ്. അതായത് കിറ്റിനുള്ളിൽ, സഞ്ചിക്കുള്ളിൽ കാറ്റ്, പൂച്ച. അതാണ് കിറ്റ് കാറ്റ്. അപ്പോൾ ഈ 5 കുസൃതി ചോദ്യമായിരുന്നു. നിങ്ങൾ ആ രീതിക്ക് എടുക്കാവൂ. അപ്പൊ നമുക്ക് ഇങ്ങനെ 5 ചോദ്യങ്ങൾ പറഞ്ഞു. ഇനി നമ്മുടെ 5 ചോദ്യങ്ങൾ വേറെയുണ്ട്. ഇന്ന് നമ്മൾ ചോദിക്കുന്ന 5 ചോദ്യങ്ങൾ വേറെയുണ്ട്. അതിനുള്ള ഉത്തരങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ നാളെ 2 മണിക്ക് മുന്നേ എനിക്ക് അതിന്റെ ഉത്തരങ്ങൾ അയച്ചു തരേണ്ടതുണ്ട്. ഇന്നത്തെ വീഡിയോ ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് ഇടുന്നത്. പിന്നെ അതുപോലെ നിങ്ങളോട് എല്ലാവരോടും പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിന്യൂ ആയിട്ട് തന്നെ കാണണം. എങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവത്തുള്ളൂ. കാരണം പലരും എനിക്ക് പേഴ്സണൽ വാട്സപ്പിലും മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾ. അതെന്ത്, ആദ്യം ഒരു സമ്മാനമായിരുന്നു, പിന്നെ വേറൊരു സമ്മാനം, ആദ്യം 3 പേരെ തിരഞ്ഞെടുത്തു. അപ്പൊ ഇടയ്ക്കുള്ള വീഡിയോ കാണാതെയും അതല്ലെങ്കിൽ പിന്നീടുള്ള വീഡിയോ കണ്ടിട്ട് അത് സ്കിപ്പ് ചെയ്ത് കണ്ടിട്ടൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങളൊന്നും അറിയാതെ ചോദിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരു കാരണവശാലും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക.
അതുപോലെ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ നല്ല നല്ല കുസൃതി ചോദ്യങ്ങൾ എനിക്ക് അയച്ചു തരിക. അതിനൊക്കെയും തിരഞ്ഞെടുക്കുന്ന കുസൃതി ചോദ്യങ്ങൾക്ക് ഞാൻ സമ്മാനം നൽകുന്നതാണ്. അതുപോലെ കടങ്കഥകൾ നിങ്ങൾ എന്നോട് കടങ്കഥകൾ നിങ്ങൾക്ക് കമന്റ് വഴി ചോദിക്കാം. ഈ കമന്റ് വഴി നിങ്ങൾ എന്നോട് കടങ്കഥകൾ ചോദിക്കുമ്പോൾ കുസൃതി ചോദ്യങ്ങളും ചോദിക്കാം കേട്ടോ. കുസൃതി ചോദ്യങ്ങളും ചോദിക്കാം, കമന്റ് പിന്നെ കടങ്കഥകളും ചോദിക്കാം. അപ്പൊ ഇതിന് എനിക്ക് മറുപടി പറയാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഞാൻ നിങ്ങൾക്ക് സമ്മാനം നൽകുന്നതാണ്. അതുപോലെ വേറൊരു കാര്യമുള്ളത്, നമ്മുടെ സ്റ്റാറ്റസ് വെക്കാനായിട്ട് പറഞ്ഞു. വാട്സപ്പിൽ നമ്മുടെ പിന്നെ യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് വെക്കുക. സ്റ്റാറ്റസ് വെക്കുമ്പോൾ പ്രത്യേകം അതിൽ മെൻഷൻ ചെയ്യുക. ഈ സ്റ്റാറ്റസ് ഏറ്റവും കൂടുതൽ കാണുന്ന ആൾക്ക് സമ്മാനം ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞ് ആ ലിങ്കും വെക്കുക. അപ്പൊ അത് കാണുന്നവരും ഈ ലിങ്ക് നമ്മുടെ ചാനലിന്റെ ലിങ്ക് അവരും സ്റ്റാറ്റസ് വെക്കാനുള്ള രീതിയിൽ നിങ്ങൾ എല്ലാവരും സ്റ്റാറ്റസ് വെക്കണം. അപ്പൊ ഏറ്റവും കൂടുതൽ ഇങ്ങനെ സ്റ്റാറ്റസ് വെക്കുന്നതിൽ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ആർക്കാണോ വരുന്നത് അവർക്ക് സമ്മാനം നൽകുന്നതാണ്. പിന്നെ ഇതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ഈ മാസം ലാസ്റ്റ് വരെ ഉണ്ട്. ഈ മാസം ലാസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് 1-ാം തീയതി ആയിരിക്കും അതായത് അടുത്ത മാസം 1-ാം തീയതി ആയിരിക്കും അതിൽ വിജയി ആര് എന്നുള്ളത് നമ്മൾ പറയുന്നത്. ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ആർക്കാ കിട്ടിയിട്ടുള്ളതെന്ന് അടുത്ത മാസം 1-ാം തീയതിയാണ് പറയുന്നത്. അതായത് നവംബർ 1-നായിരിക്കും പറയുന്നത്. അപ്പൊ നമുക്ക് ഇനി നമ്മൾ അടുത്തിനി പറയാൻ പോകുന്നത് നമ്മുടെ നാളെ 2 മണിക്ക് മുന്നേ എനിക്ക് ഉത്തരങ്ങൾ അയച്ചു തരേണ്ട ചോദ്യങ്ങളാണ്. അപ്പൊ നമുക്ക് ആ ചോദ്യങ്ങളിലേക്ക് പോകാം. 1-ാമത്തെ ചോദ്യം വരുന്നത്, ഒരു ദിവസം ഒരാൾ വിശന്ന് വലഞ്ഞ് കാറിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. ഒരു ദിവസം ഒരാൾ വിശന്ന് വലഞ്ഞ് കാറിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. പെട്ടെന്ന് 3 വാതിൽ വന്നു. അതിൽ ഒരു വാതിലിലാണെങ്കിൽ ഫുഡ്, രണ്ടാമത്തെ വാതിലിൽ വെള്ളം, മൂന്നാമത്തെ വാതിലിൽ ഒരുപാട് പണം. അദ്ദേഹം ആ വിശന്ന് വലഞ്ഞു പോകുന്ന ആൾ ആദ്യം ഏത് വാതിൽ തുറക്കും? അതാണ് 1-ാമത്തെ ചോദ്യം. കുസൃതി ചോദ്യം തന്നെയാണ്. ചോദ്യം ഞാൻ ഒന്നുകൂടെ പറയാം. ഒരു ദിവസം ഒരാൾ വിശന്ന് വലഞ്ഞ് കാറിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് അയാളുടെ മുന്നിൽ 3 വാതിൽ വന്നു. അതിൽ ഒരു വാതിലിൽ ഫുഡ്, ഒത്തിരി ആഹാരമുണ്ട്. രണ്ടാമത്തെ വാതിലിൽ വെള്ളം, മൂന്നാമത്തെ വാതിലിൽ നിറയെ പണം. അങ്ങനെ വരുമ്പോൾ അദ്ദേഹം അതിൽ ഏത് വാതിൽ ആദ്യം തുറക്കും? അതാണ് 1-ാമത്തെ ചോദ്യം വരുന്നത്. ഇനി 2-ാമത്തെ ചോദ്യം അയലത്തെ വീട്ടിലുണ്ട്. മുന്നിലത്തെ വീട്ടിലുണ്ട്, അതുപോലെ മുകളിലത്തെ വീട്ടിലുമുണ്ട്, താഴത്തെ വീട്ടിലുമുണ്ട്. പക്ഷേ സ്വന്തം വീട്ടിലില്ല. അയലത്തെ വീട്ടിലുമുണ്ട്, അതുപോലെ താഴത്തെ വീട്ടിലുമുണ്ട്, മുകളിലത്തെ വീട്ടിലുമുണ്ട്, പക്ഷെ സ്വന്തം വീട്ടിലില്ല. അത് എന്താണ്? അല്ലെങ്കിൽ ആരാണ്? ആരാണ്? ഇതാണ് 2-ാമത്തെ ചോദ്യം വരുന്നത്. 3, ഒരു യുവതിയെ വാഹനമിടിച്ച് പരിക്കേറ്റു. ഒരു യുവതിക്ക് വാഹനമിടിച്ച് പരിക്കേറ്റു. അവിടെ എത്തിയ പോലീസ് ആ യുവതിയോട് ചോദിച്ചു, എന്താണ് പേര്? അതുപോലെ ഇത് കേസാക്കണോ? ഈ വാഹനമിടിച്ചത് കേസാക്കണോ എന്നും ചോദിച്ചു. അതോ ഒത്തുതീർപ്പാക്കണോ എന്നും ചോദിച്ചു. കേസാക്കണോ അതോ ഒത്തുതീർപ്പാക്കണോ എന്ന് ചോദിച്ചു. അപ്പോ ആ യുവതി ഇതെല്ലാത്തിനും കൂടി ഒറ്റ ഉത്തരമാണ് പറഞ്ഞത്. അതായത് ഒരു യുവതിക്ക് വാഹനമിടിച്ച് പരിക്കേറ്റു. അവിടെ എത്തിയ പോലീസ് ആ യുവതിയോട് ചോദിച്ചു, എന്താണ് പേര്? ഇത് കേസാക്കണോ ഒത്തുതീർപ്പാക്കണോ? ഇതാണ് 3-ാമത്തെ ചോദ്യം. അപ്പൊ ഇതെല്ലാത്തിനും കൂടി ആ യുവതി ഒറ്റ ഉത്തരം പറഞ്ഞു. ആ ഉത്തരം അതെന്താണെന്നാണ് 3-ാമത്തെ ചോദ്യം വരുന്നത്. ഇനി 4-ാമത്തെ ചോദ്യം വരുന്നത്. 4-ാമത്തെ ചോദ്യം, വെള്ളത്തിൽ ജനനം, വെള്ളം കൊണ്ട് മരണം. വെള്ളം കൊണ്ട് മരണം. അതെന്തെന്നാണ് 4-ാമത്തെ ചോദ്യം വരുന്നത്. ഇനി 5-ാമത്തെ ചോദ്യം വരുന്നത്. 5-ാമത്തെ ചോദ്യം,
തിന്നാൻ വേണ്ടി മേടിച്ച ഒരു സാധനം, അത് വായിലേക്ക് എത്തിയാലും വയറ്റിലോട്ട് എത്തത്തില്ല. തിന്നാൻ വേണ്ടി മേടിച്ച ഒരു സാധനം, അത് വായിലോട്ട് എത്തിയാലും വയറ്റിലോട്ട് എത്തത്തില്ല. അതെന്തെന്നാണ് 5ാമത്തെ ചോദ്യം വരുന്നത്. അപ്പോൾ 5 ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചു. ഈ 5 ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ നിങ്ങൾ നാളെ 2 മണിക്ക്, ഉച്ചയ്ക്ക് 2 മണിക്ക് മുന്നേ ആയിട്ട് എനിക്ക് അയച്ചു തരിക. അതുപോലെ ഇന്നലത്തെ ചോദ്യത്തിന്റെ ശരിയുത്തരങ്ങൾ അയച്ചു തന്നേക്കുന്നത് ആരൊക്കെയാണെന്നുള്ളത്, ശരിയുത്തരം അയച്ചു തന്നേക്കുന്നതിൽ നിന്ന് 16 പേരെ ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ശരിയുത്തരം അയച്ചു തന്നതിൽ 16 പേര് ഇവിടെ അവരുടെ പേരൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കത് നറുക്കിട്ട് അതിൽ ആരാണ് വിജയി എന്നുള്ളത് നമുക്ക് നോക്കാം. ശരിയുത്തരം ഒരു 16 പേര് ശരിയുത്തരം അയച്ചു തന്നിട്ടുണ്ട്. ആ 16 പേരുടെ പേരും ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ഇതിൽ നിന്ന് ആരാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്, ആരാണ് ഇന്നത്തെ വിജയി എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഞാനൊന്ന് നന്നായിട്ട് ഇളക്കുവാണ്, ഒന്ന് ഷേക്ക് ചെയ്തിട്ട് ഇനി നമുക്ക് നോക്കാം ആരാണെന്നുള്ളത്. ഞാൻ ഒരാളെ സെലക്ട് ചെയ്യുവാണ്. പേരെടുത്തിട്ടുണ്ട്. സന്തോഷാണ് ഇന്നത്തെ വിജയി. അതുപോലെ ഇന്നലെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എന്നോട് 2-3 പേര് അവരുടെ പേര് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പേര് പറയണമെന്ന് പറഞ്ഞാൽ ഇതിൽ അവരുടെ പേരുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവരെ കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം അത് ആരാണ്. അവരുടെയൊക്കെ പേര് ഇതിൽ നിന്ന് ഞാൻ എടുത്ത് പറയാവുന്നതാണ്. നിഷാമോളുടെ പേരുണ്ട് ഇതില്, കാണുന്നുണ്ടോ? ഓക്കെ, നിഷാമോളുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും മറക്കാതെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. നമ്മുടെ സമ്മാനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളെല്ലാവരും സ്റ്റാറ്റസ് ഇടണം. സ്റ്റാറ്റസ് ഇട്ടിട്ട് അത് മറ്റുള്ളവരോട് സ്റ്റാറ്റസ് ഇട്ട് ആ സ്റ്റാറ്റസ് അതിൽ നമ്മുടെ ചാനലിന്റെ ലിങ്കും കൂടെ വെച്ച് വേണം സ്റ്റാറ്റസ് ഇടാൻ. ആ സ്റ്റാറ്റസ് ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ആർക്കാണോ അവർക്ക് സമ്മാനം നൽകുന്നതാണ്. പിന്നെ വേറൊരാൾ പറഞ്ഞിരുന്നത് സോണി സോണയിൽ പേര് ഇതിലുണ്ട്. ഇനി അതുപോലെ സിജാദ്, ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞു, സിജാദിന് 3 പ്രാവശ്യം നമ്മുടെ ഏതെങ്കിലും ചാനൽ വഴി സമ്മാനം ലഭിച്ചിട്ടുള്ള ആളാണ് സിജാദ്. കൃഷ്ണകുമാറിന്റെ പേരുണ്ട്. ഇനി ഉള്ളത് ഒരു ഷാജി എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ പേര്, അതും കൂടെയാണ് ഇനി പറയുവാനുള്ളത്. ഷാജി ഉണ്ടോ എന്ന് നോക്കട്ടെ. ഷാജി. ഇത്രയും ആൾക്കാരാണ് എന്നോട് പേര് കാണിക്കണം എന്ന് പറഞ്ഞിരുന്നത്. അപ്പൊ ഇത്രയും ആൾക്കാരുടെ പേര് ഇതിലുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി നമ്മുടെ ചാനലിന്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് എത്രത്തോളം, അതായത് നിങ്ങളുടെ പരിചയക്കാരോടും നിങ്ങളുടെ കുടുംബക്കാരോടും ഒക്കെ നിങ്ങൾ പറയുക, ഇങ്ങനെ ഒരു വീഡിയോ വരുന്നുണ്ട്. അപ്പൊ അതെല്ലാവരും കയറി സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവരോടും പറയുക. അതുപോലെ നമ്മുടെ ലിങ്ക് മറക്കാതെ എല്ലാവരും സ്റ്റാറ്റസ് വെക്കണം. ഏറ്റവും കൂടുതൽ സ്റ്റാറ്റസ് വ്യൂവേഴ്സിന് സമ്മാനം ലഭിക്കുന്നതാണ്. ഞാൻ വീണ്ടും അത് ഓർമ്മപ്പെടുത്തുന്നതാണ്. അപ്പൊ നാളെ ഇനി ഞാൻ അടുത്ത 5 ചോദ്യങ്ങളുമായിട്ട് വരും. അതുവരെയും എല്ലാവർക്കും ബൈ.